My dear students, Dr. James Taylor Kent രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 137ാമത്തെ എപ്പിസോഡിൽ കമോമില എന്ന അധ്യായത്തിൻ്റെ 3-ാം ഭാഗമാണ് പരിശോധിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വേദനയുമായിട്ട് ബന്ധപ്പെട്ട് കമോമിലിൽ വരുന്ന വൈവിധ്യമാർന്ന മാനസിക ലക്ഷണങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. ഇവിടെ ഈ എപ്പിസോഡിൽ പ്രധാനമായിട്ടും വരുന്നത് കമോമിലയുടെ മെൻ്റൽ സിംറ്റംസ് തന്നെയാണ്. പക്ഷേ വേദനയോടുകൂടി അല്ലാതെ വരുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ അതിലൂടെ കമോമില പേഷ്യൻറ്റിൻ്റെ സമഗ്രമായൊരു മനോനിലയുടെ ഒരു ചിത്രം നമുക്ക് കിട്ടും. സാധാരണഗതിയിൽ കമോമില ഉപയോഗിക്കുന്ന ആ മണ്ഡലങ്ങൾക്ക് പുറമെ അതിനുള്ള കുറേ കൂടി വിപുലവും വ്യാപകവും വ്യത്യസ്തവുമായ പ്രയോഗ സാധ്യതയെക്കുറിച്ചുള്ള ചില ഉൾക്കാഴ്ചകളും കെൻഡ് ഇവിടെ നമുക്ക് തരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് വിശദമായിട്ട് പ്രവേശിക്കാം. കാമോമില ഹാസ് മെലങ്കളി ആൻഡ് ഹാസ് സഫറിങ് ഓഫ് ദ മൈൻഡ് വിത്തൗട്ട് പെയിൻ. വേദനയില്ലാതെ ദുഃഖം, സങ്കടം, അപ്പം അതിൻ്റെയൊക്കെ സൂക്ഷ്മമായ വ്യത്യാസങ്ങളാണ് ഇതൊക്കെ തമ്മിലുള്ളത്. സാഡ്നെസ്, മെലങ്കളി എന്നൊക്കെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൻ്റെ പ്രയാസമായിട്ടുള്ള അവസ്ഥകൾ, സഫറിങ് ഫ്രം ഓഫ് ദ മൈൻഡ്, മനസ്സിൻ്റെ സഹനങ്ങൾ എന്ന് പറയുമ്പോൾ പലതരത്തിലുണ്ടാവാം. ഉത്കണ്ഠ, വേദന, പിരിമുറുക്കം, സമ്മർദ്ദം, ഒരുപാട് തരത്തിലുള്ള പ്രയാസങ്ങൾ മനസ്സിലുണ്ടാകാം. കാരണം സഫറിങ്സ് ഓഫ് ദ മൈൻഡ്, മനസ്സിലുണ്ടാകുന്ന സഹനങ്ങൾ, പൊതുവെ മെലങ്കളിയും സാഡ്നെസ്സും ഒക്കെ ഇതിൽ വരുന്നുണ്ട്, വേദനയോടുകൂടി അല്ലാതെ. Then the chamomilla patient sits and thinks within herself, a sort of introspection. chamomilla patient വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ ബ്രൂഡിങ്, അല്ലെങ്കിൽ തന്നെ കുറിച്ച് തന്നെ ചിന്തിക്കുക, ആത്മശോധന നടത്തുന്ന പോലെ ഇങ്ങനെ ഇരുന്ന് തന്നെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. cannot be induced to say a word. അപ്പം അതിൻ്റെ ഒരു സവിശേഷ സ്വഭാവമാണ് അവരെ കൊണ്ടൊരു കാര്യം പറയിപ്പിക്കാൻ പറ്റില്ല. എന്തിനാണ് ഇരിക്കുന്നത്, എന്താണ് ചിന്തിക്കുന്നത് ചോദിച്ചാൽ അവർ പറയില്ല. ഒരുതരം കടുംപിടുത്തം, സ്റ്റിഫ്നെസ് ഓഫ് മൈൻഡ് അവിടെ ഉണ്ട്. അവർ ഓപ്പൺ അപ്പ് ചെയ്യില്ല. അവർ റിട്രോസ്പെക്ഷനാണ്. സ്വന്തം മനസ്സ് തന്നെ ഇങ്ങനെ പഴയ കാര്യങ്ങളും മറ്റുമൊക്കെ ചിന്തിച്ച് ചിലപ്പോൾ സ്വയം വേദനിപ്പിക്കുകയൊക്കെ ആയിരിക്കാം. പക്ഷേ ഒരു ചോദിച്ചാലൊരു മറുപടി പറയില്ല. സാഡ്നെസ്, ദ കാമോമില ചൈൽഡ് കനോട്ട് ബി ടച്ച്ഡ്. തൊടാൻ പറ്റില്ല കമോമില പേഷ്യന്. തൊട്ട് കഴിഞ്ഞാൽ അത് ആംഗ്രിയാണത്, റിയാക്ട് ചെയ്യും. വാണ്ട്സ് ടു ഡു ആസ് ഹി പ്ലീസസ്. ആ കുട്ടിക്ക് അതിന് ഇഷ്ടമെന്ന് തോന്നുന്ന കാര്യങ്ങൾ, അതിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ അത് മാത്രം ചെയ്യും. വാണ്ട്സ് ടു ചേഞ്ച്, വാണ്ട്സ് ടു സംതിങ് ന്യൂ. നമ്മൾ നേരത്തെ കണ്ട പോലെ കളിപ്പാട്ടങ്ങൾ മാറ്റണം, ഭക്ഷണ സാധനങ്ങൾ മാറ്റണം, പരിചരിക്കുന്നവരെ മാറ്റണം എന്ന് പറഞ്ഞതുപോലെ എല്ലാം മാറണം, മാറ്റത്തിനോടുള്ളൊരു താല്പര്യം. ദ ആൻസർ ഫ്രം ബോത്ത് ദ അഡൽട്ട് ആൻഡ് ചൈൽഡ് ആർ സ്നാപ്പിഷ്. ഒരു കുട്ടിയോടായാലും മുതിർന്ന വ്യക്തിയോടായാലും കമോമില പേഷ്യൻ്റ് ആണെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന മറുപടി നമ്മൾ നേരത്തെ കണ്ടു. കടിക്കാൻ വരുന്ന പട്ടിയുടെ സ്വഭാവം എന്ന് പറഞ്ഞില്ലേ, ദേഷ്യത്തോടി ചാടിക്കടിച്ചുള്ള മറുപടി. അതൊരു തരം ലാക്ക് ഓഫ് സാനിറ്റി ഓഫ് മൈൻഡാണ്. ഒരു സെയിൻ മൈൻഡാണെങ്കിൽ ചോദിച്ചതിന് മാറ്റർ ഓഫ് ഫാക്റ്റായിട്ട് മറുപടി പറയാം, സൗമ്യമായിട്ട് മറുപടി പറയാം. ചിലപ്പോൾ പരിചയമില്ലാത്ത വ്യക്തികളായിരിക്കാം, പ്രത്യേകിച്ച് മുൻവിധികളൊന്നും ഇല്ലാത്ത ഒരാളായിരിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും ചിലരുടെ മറുപടികൾ ചാടിക്കടിച്ച പോലുള്ള ചില മറുപടികൾ. ചില വ്യക്തികൾ അങ്ങനെയുണ്ട്. അവർക്ക് സമാധാനത്തോടുകൂടി ശാന്തതയോടുകൂടി സംസാരിക്കാനോ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനോ പറ്റില്ല. കംപ്ലൈൻറ്റ്സ് കം ഓൺ ഫ്രം കോൺട്രഡിക്ഷൻ, ഫ്രം ആങ്കർ. ഒരാളെ കോൺട്രഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരാൾ പറയുന്നതിന് നമ്മൾ എതിരായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അയാൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയോ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ, വേദനകളോ ഒക്കെ ആയിരിക്കും. മനസ്സിൻ്റെ പ്രശ്നങ്ങളും ശരീര പ്രശ്നങ്ങളൊക്കെ കോൺട്രഡിക്ഷൻ കൊണ്ടും മറ്റുമൊക്കെ ദേഷ്യം കൊണ്ടൊക്കെ വരാം. കൺവേർഷൻസ് കം ഫ്രം ആങ്കർ. ദേഷ്യം വരുമ്പോൾ കൺവേർഷൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ചില കാര്യങ്ങൾ വരുന്നുണ്ട്. വലിച്ചു കോച്ചലും മറ്റുമൊക്കെ ദേഷ്യം വരുമ്പോൾ നമ്മളത് പണ്ടൊക്കെ അതിനെ
പിശാചുബാധയെന്നും ബാധയെന്നൊക്കെ പറഞ്ഞ് വാദ ഒഴിപ്പിക്കാനൊക്കെ കൊണ്ടുപോകും. സമൂഹത്തിലാണെങ്കിൽ ചില ആളുകളുണ്ട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഫിറ്റ്സ് ഉള്ള പോലെയൊക്കെ ഒരു കാണിക്കും. ദ ചൈൽഡ് ഈസ് സഫറിങ് ഫ്രം വൂപ്പിംഗ് കോഫ്, ഇറ്റ് വിൽ ഹാവ് കോഫിംഗ് സ്പെൽ, എ സ്മാസ്മോഡിക് കോഫ് ഫ്രം ബീയിങ് ഇറിറ്റേറ്റഡ്. വൂപ്പിംഗ് കോഫുള്ള കുട്ടി ശല്യപ്പെടുത്തിയാൽ, ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചുമയങ്ങ് തുടങ്ങും, ഒരു തുടർച്ചയായിട്ടുള്ള ചുമ, സ്പാസ്മോഡിക് കോഫ്. ഗോസ് ഇൻ ടു സ്പങ്കി സ്റ്റേജ്, ഗെറ്റ് റെഡ് ഇൻ ദ ഫേസ് ആൻഡ് ദെൻ ഗോസ് ടു കോഫിംഗ്. മുഖമൊക്കെ ചുമച്ച് ആ ഈ ഒരു പ്രശ്നത്തിലാവുന്നു. പീവിഷ്നസ്, ദേഷ്യം വരുന്ന സ്വഭാവം, എവിടെയെങ്കിലും തോൽക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദേഷ്യം വരുന്ന സ്വഭാവം. ഈ പീവിഷ്നസ്, ഷാഗ്രിൻ എന്നൊക്കെ പറയുന്ന ആ ഒരു മാനസികാവസ്ഥയാണ്. കോറൽസം, ഒരു പ്ലൂറൽ കോട്ട് ചെയ്തിരിക്കും, കോറൽസം, ഈസിലി ഷാഗ്രിൻഡ് ഓർ എക്സൈറ്റഡ് ടു ആങ്കർ, ഉത്തേജിപ്പിക്കപ്പെടുകയും ദേഷ്യപ്പെടുന്ന തരത്തിൽ ഉത്തേജിപ്പിക്കപ്പെടുകയും ഒരു ആർഗ്യുമെന്റിലോ എന്തെങ്കിലും കാര്യത്തിലോ ഒരാൾ തോറ്റു കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരിക, അങ്ങനെയൊക്കെ. അല്ല തോറ്റതെന്ന് തോന്നിയാലും മതി, അല്ല കോൺട്രാക്ട് ചെയ്യുന്ന തോന്നിയാലും മതി ദേഷ്യം വരിക. അതൊക്കെയാണ് ഷാഗ്രിൻ, പീവിഷ് നേച്ചർ എന്നൊക്കെ പറയുന്നത്. ബാഡ് എഫക്ട്സ് ഓഫ് ഹാവിങ് ദ ഫീലിങ്സ് വുണ്ടഡ്, അത് തന്നെ അവരുടെ മനസ്സിന് മുറിവേൽക്കുകയും ചെയ്യുന്നത്, അവരുടെ ഫീലിങ്സിന്, അവരുടെ മനോവ്യാപാരങ്ങൾക്ക്, അവരുടെ വികാരങ്ങൾക്ക് മുറിവേൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ മുറിവേൽക്കുന്ന അനുഭവത്തോട് വളരെ സൗമ്യമായിട്ടും വളരെ സെയിനായിട്ട് റിയാക്ട് ചെയ്യുന്നവരുണ്ട്. അത് വരുമ്പോഴേക്കും സങ്കടം കൊണ്ട് കരയുന്നവരുണ്ട്. ഓരോ നേച്ചറാണ്. ഇവിടെ കാമോമില പേഷ്യൻ്റ് ആണെങ്കിൽ അങ്ങനെ മനസ്സിന് മുറിവേൽക്കുമ്പോൾ, കോൺട്രാക്ട് ചെയ്യപ്പെടുമ്പോൾ, ഇറിറ്റേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഒക്കെ അവർ ദേഷ്യപ്പെടുക ചെയ്യുന്നു. അപ്പം അങ്ങനെ ഉള്ള അവസ്ഥകളുണ്ടാകുന്ന ബാഡ് എഫക്ട്സ്. സച്ച് ഈസ് ദ മെൻ്റൽ സ്റ്റേറ്റ്, അതാണ് മാനസികാവസ്ഥ. ആൻഡ് ആസ് ഐ ഹാവ് റിമാർക്ഡ്, ദ മെൻ്റൽ സ്റ്റേറ്റ് വിൽ ബി ഫൗണ്ട് വേറെവർ ദർ ഇസ് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ദാറ്റ് കമോമില ഫിറ്റ്സ്. കമോമിലയ്ക്ക് യോജിക്കുന്ന ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ഉള്ളപ്പോഴാണ് ഈ അവസ്ഥകളൊക്കെ വരുന്നത്. അങ്ങനെ വരുന്ന ഒരവസ്ഥ. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയും ആ ഒരു പർട്ടിക്കുലർ ഇൻഫ്ലമേഷൻ കണ്ടീഷൻസും യോജിച്ചു വരുന്ന കേസസിലാണ് കമോമില ഹീൽ ചെയ്യുന്നത്. ഇൻ ന്യൂമോണിയ, ഇൻ ബ്രോങ്കൈറ്റിസ്, ലാരിഞ്ചൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ദ ഇയർ, എറിസിപ്ലാസ്, ഹെഡ് ഏക്സ്, ഫീവർ, കമോമില ഈസ് കേപ്പബിൾ ഓഫ് ക്യൂറിങ്. അപ്പോൾ ന്യൂമോണിയ മുതൽ ഇങ്ങോട്ട് തൊലിപ്പുറമേയുള്ള തടിപ്പ് വരെ, തലവേദനയും പനിയും വരെ കമോമില ഹീൽ ചെയ്യും. എപ്പോഴാണ്? അതാണ് പ്രധാനം. വെൻ ദ മെൻ്റൽ സ്റ്റേറ്റ് ഈസ് പ്രസൻറ്റ് ആൻഡ് ദ സിംറ്റംസ് ഇൻ പർട്ടിക്കുലർ ആർ പ്രസൻറ്റ്. ഏത് പ്രശ്നവും, ന്യൂമോണിയ മുതൽ തലവേദന വരെ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ഗുരുതരവും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെയും കാമോമില ഹീൽ ചെയ്യും. കാമോമില ഇത് വാസ്തവത്തിൽ ജനറൽ പ്രിൻസിപ്പിൾ പറയുന്നത്. കാമോമിലയിൽ നിന്നല്ല, ഒട്ടുമിക്ക മരുന്നുകൾ ഹീൽ ചെയ്യും. എപ്പോഴാണ്? വെൻ ദ മെൻ്റൽ സ്റ്റേറ്റ് ഈസ് പ്രസൻറ്റ് ആൻഡ് ദ സിംറ്റംസ് ഇൻ പെർട്ടിക്കുലർ ആർ പ്രസൻറ്റ്. മെൻ്റൽ സ്റ്റേറ്റും ആ പർട്ടിക്കുലർ കണ്ടീഷൻസും യോജിച്ച് വരുമ്പോൾ കാമോമില ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഹീൽ ചെയ്യും. ഹെഡ് ഏക്സ് ഓഫ് കാമോമില ആർ ഫൗണ്ട് ഇൻ സെൻസിറ്റീവ് പീപ്പിൾ, സെൻസിറ്റീവ് വുമൺ. അപ്പോൾ സെൻസിറ്റീവായിട്ടുള്ള ആളുകളിൽ, വിശേഷിച്ചും സ്ത്രീകളിലാണ് കാമോമിലയോട് ബന്ധപ്പെട്ട തലവേദന വരുന്നത്. നെർവസ്, ഓവർ സ്ട്രെയിൻഡ്, ഓവർ ടയേർഡ്. നെർവസ് ആയിട്ടുള്ളത്, മാനസിക പിരിമുറുക്കം, നാഡികളുടെ പിരിമുറുക്കമുള്ളവരിൽ വല്ലാതെ സ്ട്രെയിൻഡ് ആയിട്ടുള്ളവർ, അധ്വാനിച്ചും മറ്റുമൊക്കെ സ്ട്രെയിൻ അനുഭവിച്ചവർ, മനസ്സിനും ശരീരത്തിനും സ്ട്രെയിൻ അനുഭവിച്ചവർ, ഓവർ ടയേർഡ്, വല്ലാതെ സാമാന്യത്തിലധികം ക്ഷീണിതരായവരിലൊക്കെയാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ഫിജറ്റി എന്ന് പറയുന്നതും പലരിലും കണ്ടിട്ടുള്ളൊരു അവസ്ഥയാണ്. നമ്മൾ സമൂഹത്തെ നിരീക്ഷിച്ചാൽ മനസ്സിലാവും. ഒരു ഫിജറ്റി എന്ന് പറഞ്ഞാൽ ഒരു അസ്വസ്ഥത വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു മനസ്സിനൊരു സംഘർഷം വരുമ്പോൾ അവർ കയ്യോ കാലോ അല്ലെ കൺപോളയോ അല്ലെങ്കിൽ പേശികളോ ഒക്കെ ഇങ്ങനെ വല്ലാതെ ചലിപ്പിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുകയും ചെയ്യും, ആരും അറിയാതെ തന്നെ, ഇൻവോളണ്ടറി ആയിട്ട്. അതാണ് ഫിജറ്റി എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചാൽ പലരും നമുക്ക് കാണാൻ പറ്റും. എക്സൈറ്റബിൾ വുമൺ ദാറ്റ് സഫർ ഫ്രം പെയിൻ. പെട്ടെന്ന് ഉത്തേജിതരാകുന്ന തരത്തിലുള്ള സ്ത്രീകൾ, അവർ വേദന കൊണ്ട് പ്രയാസപ്പെടുന്നു. എ ലിറ്റിൽ ഹെഡ് ഏക്ക് സീംസ് എൻ എനോമസ് തിങ്.
ചെറിയൊരു തലവേദന മതി വലിയൊരു കാര്യമായിട്ട് അവരെടുക്കും. ഒരു ചോദ്യം വരുന്നത്, ഈ തലവേദന ചെറുതാണോ വലുതാണോ എന്ന് എങ്ങനെ ഒരു ഫിസീഷ്യൻ, ഒരു പ്രാക്ടീഷണർ തീരുമാനിക്കും എന്നുള്ളതാണ്. ഈ പേഷ്യൻ്റ് അത് വലിയ കാര്യമായിട്ടേ പറയൂ, കാരണം അവർ ചിന്തിക്കുന്നത് വലിയ കാര്യമായിട്ടാണ്. പക്ഷേ തലവേദന ചെറുതാണ് എന്ന് എങ്ങനെ മറ്റൊരാൾക്ക് പറയാൻ പറ്റും? അപ്പം ഇത്തരം ലക്ഷണങ്ങൾ, വളരെ സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചറിഞ്ഞാലേ മനസ്സിലാവും. നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോൾ, നമ്മൾ വളരെ നയചാതുര്യത്തോട് സംസാരിച്ചു കഴിഞ്ഞാൽ, കാരണം ഇങ്ങനത്തെ ചില കേസുകൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ വളരെ നയപരമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അവർ തന്നെ പറയും, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് വലിയ കാര്യമൊന്നുമില്ല, അവരതിനെ എക്സാജറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കമോമില്ല പേഷ്യൻ്റെ മനസ്സ് ആ ഒരു തരത്തിലാണ്, ഒരു മാഗ്നിഫയിങ് ഗ്ലാസ് പോലെ, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ പോലെ കാര്യങ്ങളിങ്ങനെ പെരുപ്പിക്കും, വലുതാക്കും, എക്സാജറേറ്റ് ചെയ്യും. അപ്പോൾ പെരുപ്പിച്ചതാണോ അല്ലെങ്കിൽ വാസ്തവത്തിലുള്ളതാണോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ഫിസീഷ്യൻ്റെ സ്കില്ലാണ്. ത്രോബിങ്, ടിയറിങ്, ബേസ്റ്റിംഗ് പെയിൻസ്, എല്ലാ തരത്തിലുള്ള വേദനകളുണ്ട്. കൺജസ്റ്റീവ് ഹെഡേക്സ്, വേഴ്സ് ഫ്രം തിങ്കിങ് ഓഫ് ദ പെയിൻ ഓർ വെൻ തിങ്കിങ് അബൌട്ട് ദ സഫറിങ്. വേദനയെക്കുറിച്ചോ സഹനത്തെക്കുറിച്ചോ ചിന്തിക്കുമ്പോൾ വർദ്ധിക്കുക, അതൊരു വളരെ ശ്രദ്ധേയ ലക്ഷണമാണ്. ചിന്തിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ സാധാരണ പറയുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, പക്ഷെ ചിന്തിക്കുമല്ലോ. ചിന്തിക്കുമ്പോൾ സ്ഥിതി മോശമാകുന്നു. വേദനയെക്കുറിച്ചായാലും ആ പൊതുവെയുള്ള സഫറിങ്ങിനെ കുറിച്ചായാലും. ഇനി എൻ്റെ കുറച്ച് ടൈം പറയുകയാണ്. ദ ഹെഡേക്സ് ആർ വേഴ്സ് ഈവനിങ്, സായാഹ്നങ്ങളിൽ വർദ്ധിക്കുന്നു. അപ്പോൾ സായാഹ്നം എന്നതിനെക്കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. സായാഹ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത് രാത്രി 9 മണിയാണ്. ഒരു പാശ്ചാത്യ രാജ്യങ്ങളിലെ ഹയർ ലാറ്റിറ്റ്യൂഡ്സിലെ വാസ്തവത്തിലുള്ള സായാഹ്നം, നമ്മൾ പറയുന്ന സായാഹ്നം 9 മണി വരെയൊക്കെ ആകാം, സമ്മർ കണ്ടീഷനിൽ വിശേഷിച്ചു. അതാണ് ഉദ്ദേശിക്കുന്നത്. എ പെർട്ടിക്കുലർ ടൈം ഇൻ ദ ഈവനിങ് ഫോർ മെനി കംപ്ലയിൻസ് ടു ബി വേഴ്സ് ഈസ് 9 o'clock. രാത്രി 9 മണിയാണ്. അത് രാത്രിയും രാവിലെ ആകാം. സംടൈംസ് 9 o'clock ഇൻ ദ മോർണിംഗ് ആൻഡ് സംടൈംസ് 9 ഇൻ ദ ഈവനിങ്. ഇനി എങ്ങനെയാണ്? ഫീവർ കണ്ടീഷൻസ് വേഴ്സ് 9 o'clock ഇൻ ദ മോർണിംഗ്. പനിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രാവിലെ 9 മണിക്ക്. പെയിൻസ് വേഴ്സ് ഇൻ ദ ഈവനിങ്. വേദനകൾ രാത്രി 9 മണിക്ക്. ആൻഡ് എസ്പെഷ്യലി വേഴ്സ് എബൌട്ട് 9 o'clock. സായനത്തിൽ പൊതുവെ സവിശേഷമായിട്ടും രാത്രി 9 മണിക്ക്. സ്റ്റിച്ചിങ്, ടിയറിങ് പെയിൻസ് ഇൻ ദ ടെമ്പിൾസ് ആൻഡ് ഹെഡ്, വാണ്ടറിങ് പെയിൻസ് ഇൻ ദ ടെമ്പിൾസ്. അപ്പോൾ എല്ലാത്തരം വേദനകളും തലവേദനകളും ഉണ്ട് എന്ന് കരുതിയാൽ മതി, അല്ലാതെ ഇതിൻ്റെ വളരെ സൂക്ഷ്മമായിട്ട് നോക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രസ്സിങ് പെയിൻ ദ ഹെഡ് ആസ് സൂൺ ആസ് അറ്റൻഷൻ വാസ് ഡയറക്റ്റഡ് ടു ഇറ്റ്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വേദന വരുന്നു, പ്രസ്സിങ് പെയിൻസ് വരുന്നു. ബെറ്റർ ബൈ ബിസിയിങ് ദ മൈൻഡ് അറ്റ് സംതിങ് എൽസ്. മനസ്സിനെ മറ്റൊന്നിനും കാര്യത്തിൽ ഏർപ്പെടുത്തി അതിൽ നമ്മൾ മുഴുകിയാൽ മെച്ചപ്പെടും. അപ്പോൾ അവിടെ അറ്റൻഷൻ വരാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ മനസ്സാണ് ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ളത്. ഓർ ബൈ ഒക്കുപ്പേഷൻ, ഫോഴ്സിങ് വൺ സെൽഫ് ടു ഡു സംതിങ് ആൻഡ് ടു തിങ്ക് ഓഫ് സംതിങ് എൽസ്. മറ്റൊന്നും ചിന്തിക്കുകയോ നമ്മൾ ബലപ്രയോഗം നടത്തി മനസ്സിനെ ബലാൽ മറ്റൊരു കാര്യം ചെയ്യിക്കുകയോ ചിന്തിക്കുകയോ ഒരു തൊഴിലേർപ്പെടുകയോ ചെയ്ത് കഴിഞ്ഞാൽ വേദന മാറി. കൺജഷൻ ടു ദ ഹെഡ്, തലയിലേക്ക് രക്തമൊക്കെ ഇരച്ച് കയറിയിട്ട് തിങ്ങി വിങ്ങിയ അവസ്ഥ. വയലന്റ് ന്യൂറാൾജി ഓഫ് ദ ഫേസ്, ടീത്ത്, ഇയർ, സൈഡ്സ് ഓഫ് ദ ഹെഡ്. മുഖം, പല്ല്, ചെവി, തലയുടെ വശങ്ങളൊക്കെ നാഡീസംബന്ധമായ വേദനകളുണ്ട്. പെയിൻസ് ഇൻസൈഡ് ഓഫ് ദ മൗത്ത് ആർ അമീൽറേറ്റഡ് ബൈ കോൾഡ്. ഇവിടെ ഒരു ശ്രദ്ധേയമായൊരു ടിപ്പിക്കൽ പെയിൻ. വായുടെ അകത്തുള്ള വേദനകൾ തണുപ്പ് കൊണ്ട് ശമിക്കുന്നു. പെയിൻസ് ഓഫ് ദ ഇയർ ആൻഡ് സൈഡ് ഓഫ് ദ ഹെഡ് ആർ അമീൽറേറ്റഡ് ബൈ ഹീറ്റ്. ഇയറേക്ക് അമീൽറേറ്റഡ് ബൈ ഹീറ്റ്. അപ്പോൾ ചെവിയിലും തലയുടെ വശങ്ങളിലുള്ള വേദന ചൂട് പിടിക്കുമ്പോൾ ശമിക്കുന്നു. വായിൽ, പല്ലിലും മോണയിലും താടിയിലും അങ്ങനെ വായുടെ ഉള്ളിലുമൊക്കെ വേദനകൾ തണുപ്പ് കൊണ്ട് ശമിക്കുന്നു. കമോമില്ലൊരു ടിപ്പിക്കൽ കണ്ടീഷനാണ്. ദർ ആർ പെയിൻസ് ഇൻ ദ ഐസ്. കണ്ണിൽ വേദനയുണ്ട്. ഇൻഫ്ലമേഷൻ ഓഫ് ദ ഐസ് വിത്ത് ബ്ലീഡിങ്. കണ്ണിൽ നിന്ന് രക്തം കിനിഞ്ഞുകൊണ്ടുള്ള വീക്കം ഉണ്ട്.
ഊസിങ് ഓഫ് എ ബ്ലഡി വാട്ടർ ഫ്രം ദ ഐസ് ഓഫ് ദ ന്യൂ ബോൺ ഇൻഫൻറ്റ്. നവജാത ശിശുവിൻ്റെ കണ്ണിൽ നിന്ന് രക്തം കലർന്ന വെള്ളം ഇങ്ങനെ ഊറി വരുന്നു. ആളുകൾ പൊതുവെ ബന്ധുക്കളൊക്കെ ഭയന്നു പോകുന്നൊരവസ്ഥയാണ്. പക്ഷെ അത്തരം സിംറ്റംസൊക്കെ നമ്മളുടെ മരുന്നുകൾ കവർ ചെയ്യുന്നുണ്ട്, എളുപ്പത്തിൽ ഹീൽ ചെയ്യാൻ പറ്റും. കാമോമില്ല വിൽ ക്യൂർ ഇഫ് ദർ ഇസ് ഇറിറ്റബിലിറ്റി ഓഫ് ദ ടെമ്പർ. അപ്പോൾ കമോമില്ലയാണ് അവിടെ വരുന്നതെങ്കിൽ ആ കുട്ടി ഇറിറ്റബിളായിരിക്കും. പ്രൊഫ്യൂസ് ആക്രിഡ് ഡിസ്ചാർജസ്, യെല്ലോ ഡിസ്ചാർജസ്, ഡിസ്ചാർജസ് ഫ്രം പ്യൂരുലൻ മാറ്റർ ഫ്രം ദ ഐസ്. കണ്ണിൽ നിന്നും മഞ്ഞ നിറത്തിൽ കട്ടിയായിട്ടൊക്കെ ഉള്ള പലതരത്തിലുള്ള ഡിസ്ചാർജസ് ഉണ്ട്. വയലൻറ്റ് പ്രഷർ ഇൻ ദ ഓർബിറ്റ്, ഓർബിറ്റിൽ പൊസിഷനിൽ വല്ലാതെയുള്ളൊരു പ്രസ്സിങ് പെയിൻ, ഓർബിറ്റിൽ വളരെ വല്ലാത്തൊരു പ്രഷർ വല്ലാത്ത സമ്മർദ്ദം ഉള്ള പോലെ കൺകോളങ്ങളിൽ. ലാക്രിമേഷൻ അക്കമ്പനിയിങ് കൊറൈസ വിത്ത് സ്നീസിങ്, തുമ്മൽ, ലാക്രിമേഷൻ, തുമ്മലിനോടൊപ്പം കണ്ണിൽ നിന്നും വെള്ളം വരൽ, സ്റ്റഫിങ് അപ്പ് ഓഫ് ദ നോസ്, മൂക്കടയിൽ, ഹെഡ് ഏക്സ്, ഇറിറ്റബിലിറ്റി, തലവേദന മാത്രമല്ല ഒപ്പം ഇറിറ്റബിലിറ്റി ഉണ്ട്. അസോസിയേറ്റഡ് വിത്ത് ദ എബോവ് ഈസ് എ സിംറ്റം, ഇതിനോട് ചേർന്നുള്ള ഒരു ലക്ഷണം. ഫേസ് റെഡ് ആൻഡ് ഹോട്ട് ഓൺ വൺ സൈഡ്, ദ അതർ സൈഡ് പെയിൻ. അപ്പോൾ ഈ ഒരു ഇറിറ്റബിലിറ്റി, ഹെഡ് ഏക്ക് എന്നൊക്കെ പറയുന്ന കണ്ണിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊപ്പം വരുന്ന ഒരവസ്ഥയാണ്. ഒരു പ്രൂറെ കോട്ടിയിരിക്കുന്നതാണ്. മുഖത്തിന് ഒരു വശം ചുവന്ന് ചൂടായിരിക്കുന്നു, മറുവശം വിളറിയിരിക്കുന്നു. അങ്ങനെ ഒരു ലൈക്ക് ദ whole constitution of the remedy, there is a great sensitiveness of hearing. കേൾവിയിൽ വളരെ സെൻസിറ്റീവ്നെസ് മൊത്തത്തിലുണ്ട്. റോറിങ്, റിങ്ങിങ് ആൻഡ് സിംഗിങ് ഇൻ ദ ഇയേഴ്സ്, ചെവിയിൽ എല്ലാത്തരം ശബ്ദങ്ങളും, ഇരമ്പുന്ന ശബ്ദം, മണിനാദം, പാട്ടുപാടുന്ന പോലെ ശബ്ദമൊക്കെ ചെവി കേൾക്കും. സ്റ്റിച്ചിങ് പെയിൻസ് ഇൻ ദ ഇയേഴ്സ്, ചെവിയിൽ കുത്തുന്ന പോലുള്ള വേദന. അമീൽറേറ്റ് ബൈ ഹീറ്റ്, ചെവിയുടെ പ്രശ്നങ്ങൾ ചൂടുകൊണ്ട് ശമിക്കും. പ്രസ്സിങ് ഇയറേക്ക്, ഞെക്കുന്ന പോലുള്ള ചെവി നൊമ്പരം. യു വിൽ സീ ദ ലിറ്റിൽ വൺ വെൻ ദ പെയിൻ കംസ് ഓൺ പുട്ട് ഇറ്റ്സ് ഹാൻഡ്സ് അപ്പോൺ ദ ഇയേഴ്സ് ആൻഡ് സ്പൈറ്റ്ഫുള്ളി മോർണിംഗ്, യെല്ലിങ് ആൻഡ് സ്ക്രീമിങ്. ഒരു ചെറിയ കുട്ടി ചെവിയെന്ന് പറഞ്ഞാൽ ചെവിയിലേക്ക് കൈ കൊണ്ടുപോകും, എന്നിട്ട് കീറിപ്പൊളിച്ച് നിലവിളിക്കും. വയലന്റ് പെയിൻസ് ഇൻ ദ ഇയർ, വെൻ ഓൾഡ് ഇനഫ് ടു ടോക്ക് അബൌട്ട് ഇറ്റ് വിൽ കംപ്ലെയിൻ ഓഫ് ഹീറ്റ് ഇൻ ദ ഇയർ ആൻഡ് എ ഫീലിംഗ് ഓഫ് ഫുൾനെസ് ആസ് ഇഫ് ദ ഇയർ വേർ ഒബ്സ്ട്രക്റ്റഡ് ഓർ സ്റ്റഫ്ഡ് അപ്പ്. അപ്പോൾ സംസാരിക്കാൻ പറ്റുന്നൊരു കുട്ടിയാണെങ്കിൽ ചെവിയിൽ ചൂടുള്ളതായിട്ടും ചെവി ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നതായിട്ടും അതിങ്ങനെ അടഞ്ഞിരിക്കുന്നതായിട്ടും ഒക്കെ പറയും. ഇൻ അഡൾട്ട്സ്, നെർവസ് സെൻസിറ്റീവ് വുമൺ ഹു കനോട്ട് റൈഡ് ഇൻ ദ വിൻഡ്സ് വിത്തൗട്ട് കവറിങ് അപ്പ് ദെയർ ഇയേഴ്സ്. അതൊരു സെൻസിറ്റീവ് വുമൺ, മുതിർന്നവരിലാണെങ്കിൽ സെൻസിറ്റീവായിട്ടുള്ള സ്ത്രീകളിൽ ചെവി അടച്ചു വെക്കാതെ ഒരു വാഹനത്തിൽ അവർക്ക് സഞ്ചരിക്കാൻ പറ്റില്ല. ചെവി കാറ്റിനോട് അത്രയ്ക്ക് സെൻസിറ്റീവാണ്. ദ ഇയേഴ്സ് ആർ സോ സെൻസിറ്റീവ് ടു എയർ വെൻ അതർ പാർട്സ് ഓഫ് ദ ഫേസ് ആൻഡ് ഹെഡ് ആർ നോട്ട് സെൻസിറ്റീവ് ടു എയർ. മറ്റ് ഭാഗങ്ങൾ, മുഖമോ മറ്റോ ഒന്നും കാറ്റിനോട് സെൻസിറ്റീവ് അല്ല, പക്ഷേ ചെവി മാത്രം. നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ മുഖം എല്ലാം കാറ്റടിക്കുകയാണെങ്കിൽ ചെവി മാത്രം സെൻസിറ്റീവാണ്, മറ്റു ഭാഗങ്ങൾ സെൻസിറ്റീവ് അല്ല. യു വിൽ ഫൈൻഡ് സം പേഷ്യൻസ് ദാറ്റ് കനോട്ട് ഹാവ് എയർ ടച്ച് വിത്ത് ദ നെക്ക്. ചില രോഗികളുണ്ട് കഴുത്തിൽ കാറ്റടിക്കാൻ പറ്റില്ല. അതേഴ്സ് ഹാവ് എക്സ്ട്രാ കവറിങ് ബിറ്റ്വീൻ ദ ഷോൾഡേഴ്സ്. ചിലർക്ക് ചുമലുകൾക്കിടയിൽ കവർ ചെയ്യണം. അപ്പോൾ അങ്ങനെ പലർക്കും പല ഭാഗത്തോടായിരിക്കും കാറ്റടിക്കുമ്പോൾ സെൻസിറ്റിവിറ്റിനെസ് വരുന്നത്. കമോമിൻ്റെ കാര്യത്തിൽ കമോമില്ല സിംഗിൾസ് ഔട്ട് ദ ഇയേഴ്സ്. കമോമിൻ്റെ കാര്യത്തിൽ ചെവിയാണ് പ്രധാനം. ദ ഹോൾ ബോഡി ഈസ് സെൻസിറ്റീവ് എയർ ആൻഡ് കോൾഡ് ആൻഡ് ഹി വാണ്ട്സ് ടു ഡ്രസ് വിത്ത് പ്ലെൻറ്റി ഓഫ് കവറിങ്. ശരീരം മൊത്തം കാറ്റിനോടും തണുപ്പിനോടും സെൻസിറ്റീവാണ്. അതുകൊണ്ട് ധാരാളം വസ്ത്രം ധരിക്കണം, ശരിക്കും മൂടിപ്പോകണം. ഇവിടെ നല്ല ചൂടുള്ള അവസ്ഥയിൽ പോലും മൂടിപ്പോതിച്ച് യാത്ര ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ കൃത്യമായിട്ട് നമ്മൾ പരിശോധിച്ചാൽ ശരിയായ ഔഷധം കൊണ്ട് അവരുടെയൊക്കെ സഫറിങ് നമുക്ക് മാറ്റാൻ പറ്റും. കമോമിൽ അത്തരം കാര്യങ്ങളിൽ അതിൻ്റേതായിട്ടൊരു മണ്ഡലത്തിൽ വളരെ പ്രധാനപ്പെട്ട റോളുള്ളൊരു ഔഷധമാണ്. അപ്പോൾ കമോമിലിൻ്റെ ധാരാളം വിലപ്പെട്ട അറിവുകൾ കിട്ടി. ഇതുപോലെ മറ്റു പല അറിവുകളും ഇനിയും ധാരാളം പറയുന്നുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.